മലയോര ഹൈവേയിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലമുള്ള അപകട പരമ്പര. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. മലയോര ഹൈവേയിലെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടങ്ങൾ തുടർക്കഥയാവുകയും അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ ബഹുജന പങ്കാളിത്തത്തോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള 24 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു. ബളാൽ, വെസ്റ്റളരി, ഈസ്റ്റളരി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുക്കുന്ന ഉപവാസം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേ എന്ന് പറയുന്നത് മലയോര മേഖലയിലെ വികസനത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായും ഈ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി അപാകതകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ദൗത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മലയോരത്തെ കോൺഗ്രസിന്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ കൃത്യമായി കാര്യങ്ങൾ അവരെ കൃത്യമായി നിവേദനം മുഖാന്തരവും നേരിട്ടും ബന്ധപ്പെട്ട അധികാരികളെ, കളക്ടറെ ഉൾപ്പെടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ശ്രദ്ധയിൽ പോലും പെടുത്തിയിട്ട് പോലും ഇതേ കോൺട്രാക്ട് എടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഈ ഗവൺമെന്റിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കുന്നില്ല. ഇത് നടപ്പിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ ജനകീയ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. മലയോര ഹൈവേ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായത് UDF ഭരണകാലത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. സമരസമിതി ചെയർമാൻ ടോമി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം, DCC വൈസ് പ്രസിഡന്റുമാരായ VP പ്രദീപ് കുമാർ, PG ദേവ്, ജനറൽ സെക്രട്ടറിമാരായ PV സുരേഷ്, ഹരീഷ് P നായർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേഴ്സി മാണി, A ലത, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് മാക്കക്കോടൻ, MB ജോസഫ്, ജോർജ് കരിമട, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഉമേശൻ വേളൂർ, ജോയി ജോസഫ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AV ഭാസ്കരൻ, ഈസ്റ്റളരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് മുത്തോലി, KPCC അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ, CV ഭാവനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാറ്റാൻ കവലയിൽ നിന്നും വള്ളിക്കടവിലേക്ക് വരുന്ന ചെങ്കുത്തായ ഇറക്കത്തിൽ മറ്റപ്പള്ളി വളവിലെ റോഡിന് വീതി കൂട്ടി അവിടുത്തെ ലെവൻസിലും അലൈൻമെന്റിലും വന്നിരിക്കുന്ന അപാകതകൾ പരിഹരിക്കുക. ചുള്ളി, മരുതോന്തട്ട്, കാറ്റാൻ കവല വനമേഖലയിലെ മലയോര ഹൈവേയുടെ പണി ഉടൻ പുനരാരംഭിക്കുക. ഇട്ടിത്തട്ട് S വളവിലും അതിന് താഴെയും ലെവൽസിലും അലൈൻമെന്റിലും വന്ന അപാകതകൾ പരിഹരിക്കുക. മലയോര ഹൈവേയിൽ വള്ളിക്കടവിലെ ചൈത്രവാഹിനി പുഴയ്ക്ക് കുറുകെ അനുവദിച്ച പാലത്തിന്റെ പണി എത്രയും വേഗം ആരംഭിക്കാനും സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക. മലയോര ഹൈവേയുടെ പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ റോഡ് മാർക്കിംഗ് നടത്തി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. മലയോര ഹൈവേയുടെ തകർച്ച ഇല്ലാതാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പിച്ചിംഗ് നടത്തുക. ചെറുപുഴ ചിറ്റാരിക്കൽ റീച്ചിലെ ലെവൽസിൽ വന്ന അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ, ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ്, 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.